ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ എത്ര നരച്ച മുടിയെയും നല്ല കട്ട കറുപ്പാക്കാനുള്ള അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഡൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഹെന്നയോ നീലാമരിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം തന്നെ ഈ ഡൈ തേക്കുമ്പോഴും കിട്ടും. മുടിയൊക്കെ നന്നായിട്ട് നരച്ചവർക്കും അതുപോലെ തന്നെ ചെറുതായിട്ട് നരയൊക്കെ വന്നു തുടങ്ങുന്നവർക്ക് പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാട്ടോ നമ്മുടെ ഡൈ. കെമിക്കൽസോ നീലാമരിയോ ഹെന്നയോ ഒന്നും ചേർക്കാത്ത നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് പേരയിലകളാണ് എടുത്തിട്ടുള്ളത്. നല്ല മൂത്ത പേരയിലകൾ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. അതാണ് നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. ചെമ്പരത്തി പോലെ തന്നെ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും അടങ്ങിയതാണ് നമ്മുടെ പേരയിലയും. മുടി നല്ല കട്ട കറുപ്പോടെ സമൃദ്ധമായിട്ട് വളരാനും അതുപോലെ തന്നെ തലയിലെ താരനും ചൊറിച്ചിലും ഒക്കെ ഇല്ലാതാക്കാനും വളരെ വിശേഷപ്പെട്ടതാണ് പേരയില. ഇലകൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായി മുറിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. നല്ലതുപോലെ മൂത്ത ഇലകൾ, അതായത് കമ്പിന്റെ താഴ്ഭാഗത്തു നിന്ന് വേണം ഇല ശേഖരിക്കാൻ. ആ ഇലയാണ് നമ്മുടെ ഡൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിച്ചി കീറിയെടുത്ത ഇലയിലേക്ക് നമുക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത 3/4 ഗ്ലാസ് വെള്ളമില്ലേ, അത് 1/4 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം. മാറി വരുന്ന കാലാവസ്ഥയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും ഒക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ നന്നായിട്ട് തന്നെ ബാധിക്കും. ഇത്തരം കാരണങ്ങൾ കൊണ്ട് 25-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മിക്കവരുടെയും മുടിയൊക്കെ നരച്ചു തുടങ്ങും. അവിടെ ഇവിടെ വെള്ളി കമ്പികൾ പോലെ മുടി കാണുമ്പോഴേക്കും നമുക്കൊക്കെ വല്ലാത്തൊരു ടെൻഷനാണ്. 1-2 നരയൊക്കെ കണ്ടു തുടങ്ങുമ്പോഴേക്കും നമ്മൾ വേഗം പോയി കെമിക്കൽ അടങ്ങിയ ഡൈ ഒക്കെ വാങ്ങിച്ച് തലയിൽ വാരിത്തേക്കും. പതിവായിട്ട് ഇങ്ങനെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കറുത്ത മുടി എല്ലാം വെളുപ്പായിട്ട് മാറും. അതുമാത്രമല്ല, മുടി നന്നായിട്ട് കൊഴിയുകയും തലയിൽ താരൻ വരികയും ചൊറിച്ചിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അകാല നരയുള്ളവർ ഒരിക്കലും കെമിക്കൽ ഡൈ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ പേരയില നന്നായിട്ട് തിളച്ച് ആവശ്യത്തിന് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഈ വെള്ളം നന്നായിട്ടും തണുത്ത് കിട്ടണം. അതിനുവേണ്ടി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. പേരയിലെ വെള്ളം തണുത്ത് വരുന്ന സമയം കണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റൊരു ഐറ്റം റെഡിയാക്കി എടുക്കാം. പേരയില പോലെ തന്നെ നമ്മുടെ ഡൈ ഉണ്ടാക്കാൻ അത്യാവശ്യമായ ഒന്നാണ് ചെമ്പരത്തി പൂക്കൾ. ഇത്രയും ചെമ്പരത്തി പൂവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മുടി കൂടുതൽ നരച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. നമ്മൾ എടുത്ത ചെമ്പരത്തി പൂവിൽ നിറയെ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അതിൻ്റെ ആ ഞെട്ടുണ്ടല്ലോ, അത് അടർത്തി കളഞ്ഞിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെമ്പരത്തി പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് മുതൽക്കേ തന്നെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ തലയിൽ താളിയായിട്ട് തേച്ച് കുളിക്കാനും അതുപോലെ തന്നെ എണ്ണയൊക്കെ കാച്ചാനുമായിട്ട് ഈ പൂക്കളും ഇതിൻ്റെ ഇലകളൊക്കെ ഉപയോഗിച്ചിരുന്നു. വൈറ്റമിൻ സിയിൽ സമ്പുഷ്ടമാണ് നമ്മുടെ ചെമ്പരത്തി പൂവ്. അതുകൊണ്ട് ഇത് ദിവസേന തലയിൽ തേക്കുന്നത് തലയിലെ താരനില്ലാതാക്കാനും തലയിലെ ചൊറിച്ചിലും പേനുകളൊക്കെ ഇല്ലാതാക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മുടിയുടെ ഡ്രൈനസ് ഇല്ലാതാക്കാനും അറ്റം പിളരുക, പൊട്ടിപ്പോവുക എന്നിവ തടയാനും മാത്രമല്ല മുടി നല്ല സ്നിഗ്ധതയോടെ തഴച്ചു വളരാനും വളരെ വിശേഷപ്പെട്ടതാണ് ചെമ്പരത്തി ഇലയും പൂക്കളും ഒക്കെ. മുഴുവൻ ചെമ്പരത്തി പൂവും ഞെട്ടൊക്കെ മാറ്റി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്നും കുറച്ചെടുത്തൊഴിച്ച് നമുക്ക് ഈ പൂവ് ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ചെമ്പരത്തി പൂവ് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നെല്ലിക്കാപ്പൊടി എടുക്കാവുന്നതാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലും ലേഡീസ് സ്റ്റോറിലും അതുപോലെ തന്നെ അങ്ങാടി കടകളിലൊക്കെ നെല്ലിക്കാപ്പൊടി വാങ്ങാൻ കിട്ടും. അവിടെ നിന്ന് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണേ. നെല്ലിക്കാപ്പൊടി ചട്ടിയിലിട്ടതിന് ശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന ചെമ്പരത്തി പൂവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. പിന്നെ വെള്ളം കുറവായി തോന്നുവാണെങ്കിൽ നമ്മൾ ആ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് വീതം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നെല്ലിക്കാപ്പൊടി ഇട്ടത് കാരണം നമ്മുടെ മിക്സ് ഇരിക്കുന്തോറും തിക്കായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി വെക്കാൻ. ഡൈ കൺസിസ്റ്റൻസിയിൽ വേണം ഡൈ തയ്യാറാക്കി വെക്കാൻ. ഇനി ഇതൊന്ന് അടച്ച് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ചെമ്പരത്തി പൂവും പേരയിലയും നെല്ലിക്കാപ്പൊടിയും മാത്രമേ നമ്മുടെ ഡൈയിലുള്ളൂ. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഒരു രാത്രി മുഴുവനും വെച്ചാൽ മാത്രമാണ് നല്ല കറുപ്പ് നിറം കിട്ടുകയുള്ളൂ. ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ആ ഡൈ എന്തായി എന്ന് നോക്കിയാലോ. കണ്ടോ, നല്ല കട്ട കറുപ്പ് ഡൈ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ മുടിയിലേക്ക് തേക്കാവുന്നതാണ്.
പിന്നെ എണ്ണയും നീലാമരിയും ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മുടെ ഡൈ തേച്ച് കഴിഞ്ഞാൽ മുടി ചെമ്പിക്കുകയോ ചുവക്കുകയോ പൊട്ടുകയോ ഒന്നും ഉണ്ടാവില്ല. അതുമാത്രമല്ല മുടി ഒട്ടും ഡ്രൈ ആവാതെ നല്ല കട്ട കറുപ്പോടെ തന്നെ കിട്ടുകയും ചെയ്യും. ഇതുപോലെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുള്ള മുടിയിലേക്കാണ് ഞാനിത് തേച്ച് കൊടുക്കുന്നത്. നെറ്റിയുടെ സൈഡിനും അതുപോലെ ചെവിയുടെ ഭാഗത്തേക്ക് നന്നായിട്ട് നര വന്നിട്ടുണ്ട്. വീഡിയോയിൽ പക്ഷേ ഈ നരച്ച മുടി അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ചെമ്പരത്തി ഇല കൊണ്ടുണ്ടാക്കിയ താളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകി എണ്ണമയൊക്കെ നീക്കിയ ശേഷം വേണം നമ്മുടെ ഡൈ അപ്ലൈ ചെയ്യാൻ. മുടിയിലും സ്കാൽപ്പിലൊക്കെ ഡൈ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ തലയിൽ വെക്കണം. എന്നിട്ട് വേണം കഴുകിക്കളയാൻ. 1 മണിക്കൂറിന് ശേഷം സോപ്പോ ഷാമ്പുവോ ഒന്നും യൂസ് ചെയ്യാതെ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി. പിന്നെ ഇതൊരു നാച്ചുറൽ ഡൈ ആണ്. അതുകൊണ്ട് ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ.